നടിയെ ആക്രമിച്ച കേസിൽ ചില വെളിപ്പെടുത്തലുകൾ പൾസർ സുനി നടത്തിയിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലാണ് പൾസർ സുനിയുമായിട്ടുള്ള ആ സംഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് രഹസ്യമായിട്ട് അവർ രേഖപ്പെടുത്തിയതാണെന്ന് പറയുന്നു. എന്തായാലും പൾസർ സുനി അതിനകത്ത് കുറ്റസമ്മത മൊഴിയാണ് പറയുന്നത്. താൻ കൊട്ടേഷൻ എടുത്തത് 1.5 കോടി രൂപയ്ക്കാണ്. കുറേശ്ശെ പൈസ വാങ്ങും അയാളുടെ കയ്യിൽ നിന്ന്. നടൻ്റെ നിന്ന് ഇനി 80 ലക്ഷം രൂപയുടെ ലഭിക്കണം. 70 ലക്ഷം രൂപ പല പ്രാവശ്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് അയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. താൻ തന്നെയാണ് കൊട്ടേഷൻ സ്വീകരിച്ചതെന്നും അത് ഒരു കൊട്ടേഷനായിരുന്നെന്നും റേപ്പിന് ഇന്ത്യയിൽ ആദ്യമായി ഒരു കൊട്ടേഷൻ നടപ്പാക്കിയത് ഇവിടെയാണ്. ദിലീപ് ആ കൊട്ടേഷൻ നടപ്പാനുള്ള കാരണം ദിലീപിൻ്റെ കുടുംബം തകർത്തത് ആ നടിയാണ്. അതിന് പകരം വീട്ടിയതാണ്. അവരെ സിനിമയിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെയാണ് ആ കൊട്ടേഷൻ പൾസർ സുനി ഏറ്റെടുത്തെന്നാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. പൾസർ സുനി കോടതിയിൽ എന്ത് പറഞ്ഞത് നമുക്കറിയില്ല. അയാൾ 1-ാം പ്രതിയാണ്. അത് തന്നെയല്ല, 9 പ്രതികളുണ്ട്. 9-ാം പ്രതി പൾസർ സുനി 1-ാം പ്രതിയും 9-ാം പ്രതിയും ദിലീപുമാണ്. അതിനുശേഷം 3-4 പ്രതിയും കൂടെ ചേർക്കപ്പെട്ടു. കൃത്യത്തിന് കൊട്ടേഷൻ കൊടുത്തതും 9 പേരിൽ ഒതുങ്ങും. ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൾസർ സുനി അത് കോടതി പറയണമായിരുന്നു. എന്താണ് കോടതി പറഞ്ഞത് നമുക്കറിയില്ല. താൻ കൊട്ടേഷൻ സ്വീകരിച്ചെന്ന് കോടതി പറയണമായിരുന്നു. അതിന് തനിക്ക് 1.5 കോടി രൂപ വാഗ്ദാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് ഇതുവരെ 70 ലക്ഷം രൂപ തനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു. ഇനി ബാക്കി 80 കിട്ടാനുണ്ട്. ഈ വിവരം കോടതി പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നു പൾസർ സുനിക്ക്. എന്തായാലും പൾസർ സുനി ജീവപര്യന്തം തടവിലേക്ക് പോകുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം കുറ്റസമ്മത മൊഴി ഇപ്പോൾ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് കാണാൻ ഒക്കുള്ളൂ. പക്ഷേ അത് ട്രയൽ തീർന്ന ശേഷം ആണ് അത് പറയുന്നത്. വാദി പ്രതികളുടെ ആർഗ്യുമെൻറ്റുകളും കഴിഞ്ഞു. ഇനി കോടതി ഇപ്പോൾ ഒരു ഡെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. 11-ാം തീയതിക്ക് മുമ്പ് പറയാനുള്ളത് വാദിയും പ്രതികളും പറഞ്ഞു തീർത്തോണം. അതിനപ്പുറത്തേക്ക് കോടതി ടൈം തരത്തില്ല. എവിഡൻസ് ക്ലോസ് ചെയ്യും. ആർഗ്യുമെൻറ്റ് എന്തായാലും ഇരുകൂട്ടരും 11 മുമ്പ് തീർത്തോണം. ബാക്കിയുള്ള ആർഗ്യുമെൻറ്റ് കുറേ മാസങ്ങളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദിലീപിൻ്റെ വക്കീൽ തന്നെ ഏകദേശം 3-4 മാസക്കണക്കിന് ആർഗ്യുമെൻറ്റ് നടത്തി. ഇനി കോടതി സമയം തരില്ല. ആവശ്യത്തിന് സമയം ഇരുകൂട്ടർക്കും കൊടുത്തു കഴിഞ്ഞു. ഇനി കോടതി 11-ാം തീയതിക്ക് അപ്പുറത്തോട്ട് ഇനി ഒരു തരത്തിലും ഇതിൻ്റെ ട്രയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിക്രമത്തിലേക്കും കോടതി പോകില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഈ കേസിൻ്റെ തുടക്കം മുതലേ ജനങ്ങളെല്ലാം അത് വാച്ച് ചെയ്യുന്നതാണ്. ഇതൊരു കൊട്ടേഷനാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് അന്ന് ലഭിച്ചില്ലെങ്കിലും അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രിൻ്റുകൾ കോടതിയിൽ വന്നിട്ടുണ്ട്. ആ പ്രിൻ്റ് ആദ്യം ഇത് കേസ് ഫയൽ ചെയ്ത അങ്കമാലി കോടതിയിലെ 9/1/2018 ആ മെമ്മറി കാർഡ് ആരോ കണ്ടിരിക്കുന്നു. 11/12/2018 ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതിയിൽ ആ മെമ്മറി കാർഡ് ആരോ കണ്ടിരിക്കുന്നു. 29/1/2022 ട്രയൽ കോടതിയിലെ ആരോ ഈ മെമ്മറി കാർഡ് കണ്ടിരിക്കുന്നു. 3 സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കോപ്പി എടുത്തു, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്തോ, അല്ലെങ്കിൽ അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തതാണോ, അതിലെന്തെങ്കിലും ഒരു അഡീഷൻ ചേർത്തതാണോ, അതിലെന്തെങ്കിലും സാധനം ഡിലീറ്റ് ചെയ്തതാണോ ഒന്നും വ്യക്തതയില്ല. എങ്കിലും ഈ 2018-ലും 2022-ലും ഇത് കണ്ടു എന്ന് ഉള്ള എവിഡൻസ് വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിക്കുന്ന ഒരു പ്രത്യേക കേസെടുത്ത് അന്വേഷിക്കാനായിട്ട് അന്നത്തെ ആ കേസിൻ്റെ ട്രയൽ ജഡ്ജി തയ്യാറായില്ല എന്ന് പറയുന്നുണ്ട്. അതിന് ഹൈക്കോടതിയിൽ ആ മാറ്റർ കിടപ്പുണ്ട്. അതെന്തായാലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷേ ഇതിൻ്റെ എവിഡൻസിൽ ടാമ്പർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അത് തീർച്ചയായിട്ടും ഈ കേസിൻ്റെ അനുബന്ധിച്ചൊരു കേസെടുത്ത് അത് അന്വേഷണം നടത്തേണ്ടതായിരുന്നു. അത് ഇതുവരെ നടന്നിട്ടുമില്ല. പക്ഷേ പൾസർ സുനി ഇപ്പം പറഞ്ഞ വിവരങ്ങൾ കോടതി പറഞ്ഞിരുന്നത് നന്നായിരുന്നു. കാരണം ഇപ്പം
ട്രയൽ തീർന്നു, അയാളെ സാക്ഷി പ്രതികളുടെ മൊഴി വരെ കോടതി രേഖപ്പെടുത്തി. ആ സമയത്ത് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് ഗുണമുണ്ടായിരുന്നു, അയാൾക്ക് മാപ്പ് സാക്ഷിയുമാകായിരുന്നു. കാരണം ടെൻഡർ ഓഫ് പാർഡന് കോടതി കൊടുക്കും 306 IPC പ്രകാരം. അതിൽ 315 പ്രകാരം ഒരു കോമ്പിറ്റൻ്റ് വിറ്റ്നസ് ആണ്. CRPC ആണ് ഞാൻ പറയുന്നത്. 315 പ്രകാരം പ്രതി ഒരു കോമ്പിറ്റൻ്റ് വിറ്റ്നസ് ആണ്. അതുപോലെ ടെൻഡർ ഓഫ് പാർഡന് 306 പ്രകാരം അയാൾക്ക് അപേക്ഷിക്കാം. എവിഡൻസ് ആക്ട് 131 പ്രകാരം മാപ്പ് സാക്ഷിയാകാം. അപ്പോൾ മാപ്പ് സാക്ഷി ആയാൽ അയാൾക്ക് തീർച്ചയായിട്ടും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം കോടതി സാധാരണഗതിയിൽ മാപ്പ് സാക്ഷിയായി ഇതിൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ കോടതി പറഞ്ഞാൽ, ഗൂഢാലോചനയുടെ കാര്യം, കൊട്ടേഷൻ എടുത്ത കാര്യം, ആരെയൊക്കെ ചേർത്താണ് ഈ ഈ ക്രൈം നടത്തിയത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും സത്യസന്ധമായിട്ട് കോടതി പറഞ്ഞാൽ കോടതി മാപ്പ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അത് ഈ കേസിൽ പൾസർ സുനി ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൾസർ സുനിക്ക് തീർച്ചയായിട്ടും ജീവപര്യന്തം തടവിലേക്ക് പോകും. കാരണം 10, 7, 8, 9 വർഷത്തോളം തടവ് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് റിമാൻഡ് പീരീഡിൽ. അത് തടവായിട്ട് കണക്കാക്കുകയും ചെയ്യും. പക്ഷേ ലൈഫ് ഇംപ്രിസ്മെൻറ്റ് എങ്ങനെയായാലും 20 വർഷം 25 വർഷമൊക്കെ പോകാം. 14 വർഷം കഴിഞ്ഞാൽ തടവ് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലിജിബിലിറ്റി ഉണ്ട്. അങ്ങനെ കോടതിയിൽ നിന്ന് ശിക്ഷിച്ചെങ്കിലും റിലീസ് ചെയ്യാം. അതിന് 14 വർഷം കഴിഞ്ഞാൽ നല്ല നടപ്പ് ജാമ്യത്തിനും വേണമെങ്കിൽ വിടാം. പക്ഷേ പൾസർ സുനിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ക്രിമിനൽ തന്നെയാണ്. അയാളുടെ ഇപ്പോഴത്തെ ആ കൺഫെഷണൽ, എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ, അത് കോടതിയോടല്ല, അത് ഒരു സ്റ്റിംഗ് ഓപ്പറേറ്റർ എടുത്താണ് പറഞ്ഞത്. അതുകൊണ്ട് ഇയാൾക്ക് വലിയ ദൂഷ്യമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പുള്ളിക്കറിയാം. അയാൾക്ക് ഇനി 80 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അത് കിട്ടാനുള്ള മാർഗമേ നോക്കുള്ളൂ എന്ന് ഞാൻ കരുതുന്നത്. ഏതായാലും ഇപ്പോഴത്തെ പ്രതിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് ദിലീപിൻ്റെ വക്കീൽ, അവർ ഈ കേസിനകത്ത് ഇനി ചില അന്വേഷണങ്ങൾ നടത്താനുണ്ട്. അതുകൊണ്ട് ഒരു CBI ആണ് അന്വേഷിക്കേണ്ടത് എന്നൊരു വാദഗതിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴല്ല പറയേണ്ടത്. അത് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ അത് എവിടെയെങ്കിലും നേരത്തെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞൊരു പ്രയർ ഇവരിടണമായിരുന്നു. അത് ഇട്ടിട്ടില്ല. അത് എവിഡൻസ് ക്ലോസ് ചെയ്ത് അതിനുശേഷം ആർഗ്യുമെൻറ്റ് കഴിഞ്ഞ് കോടതി വിധി പറയാനായിട്ട് ഈ 11-ാം തീയതി കഴിഞ്ഞാൽ വിധി പറയും. 11-ാം തീയതി വരെ അവർക്ക് സമയം, ആദ്യം പ്രതിക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ഇനി അത് വലിച്ചു കിട്ടാൻ കഴിയില്ല. വെക്കേഷൻ കോടതി അടയ്ക്കുന്നതിന് മുമ്പ്, 11-ാം തീയതിക്ക് മുമ്പ് എല്ലാ വാദഗതികളും തീർത്തോണം. അതിനുശേഷം വിധി പറയും എന്നാണ് കോടതി പറഞ്ഞത്. അതൊരു കണക്കിന് തീർച്ചയായിട്ടും വർഷങ്ങളായി. 2017 ഈ സംഭവം നടന്നത്, ഫെബ്രുവരിയിൽ. അതിനുശേഷം 2018 അന്വേഷണം പൂർത്തിയാക്കിയപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ചാർജ് കൊടുത്തു. പിന്നെ ചാർജ് അമെൻഡ് ചെയ്ത് വീണ്ടും കുറേ എവിഡൻസ് വന്നപ്പോൾ രണ്ടാമതൊരു ചാർജ് ഷീറ്റോടെ കൊടുത്തു. കാരണം കേരളത്തിലെ ഇതോടനുബന്ധിച്ച് പല പല സംഭവവികാസങ്ങളും ഉണ്ടായി നമുക്കറിയാം. അമ്മയുടെ പ്രവർത്തനത്തെ വിമർശിച്ചു, WCC രംഗത്ത് വന്നു. വളരെയധികം ആൾക്കാർ തങ്ങളെ പലരും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മൊഴി കൊടുത്ത് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. വളരെ വിവാദമായ ഒരു അന്തരീക്ഷമായിരുന്നു സിനിമാ മേഖലയിൽ. പക്ഷേ ഈ ഒരു സംഭവത്തിനോടനുബന്ധിച്ചാണ് അതെല്ലാം ഉണ്ടായെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ നടിയെ പീഡിപ്പിച്ചതോടുകൂടിയാണ് ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും സിനിമാ രംഗത്തുണ്ടായത്. എന്തായാലും 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ അടുത്തുണ്ടായ ഈ സംഭവം അത് വലിയൊരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. മലയാള സിനിമയിൽ അത് വളരെ ചർച്ചാ വിഷയമായി. ഇന്ത്യൻ സിനിമ മുഴുവൻ അത് ഫോളോ അപ്പ് ചെയ്തു. കാരണം ഒരു കൊട്ടേഷൻ കൊടുക്കുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. റേപ്പിന് കൊട്ടേഷൻ, ഒരാളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാൾ വീട് കത്തിക്കാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരാൾ പണം തട്ടിക്കൊണ്ട് പോകാൻ കൊട്ടേഷൻ കൊടുത്തു. പക്ഷേ ഒരാളെ റേപ്പ് ചെയ്യാനായിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്തായിട്ട് കാണുന്നില്ല. ഇതിനകത്ത് 376 റേപ്പിൻ്റെ പരിധി തന്നെ വരും. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു ലൈഫ് ഇംപ്രഷനിലേക്ക് ഈ പ്രതികൾ എല്ലാവരും പോകും. അത് കൃത്യമായിട്ട് പൾസർ സുനി മാത്രമല്ല, അയാളുടെ ഒപ്പം കാറിലുണ്ടായിരുന്ന മറ്റു പ്രതികളും ഇവിടെ എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ലൈഫ് ഇംപ്രഷൻ്റെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ദിലീപിനും ലൈഫ് ഇംപ്രഷനിലേക്കാണ് ഇതിൻ്റെ എവിഡൻസുകൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അടുത്ത 11-നകം എവിഡൻസുകൾ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത്, ആർഗ്യുമെൻറ്റ് ക്ലോസ് ചെയ്ത് കോടതി വിധി അതിനുശേഷം പറയും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ആ സ്റ്റിങ്ങർ ഓപ്പറേഷൻ കൊണ്ട് ദിലീപിനോ അല്ലെന്നുണ്ടെങ്കിൽ
ഈ പ്രതിക്ക് പൾസസുനിക്കോ മറ്റാർക്കും യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. അത് നേരത്തെ ആയിരുന്നെങ്കിൽ കോടതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ അത് വളരെയധികം ഈ കേസിന് സഹായകരമായേനെ. അതിലേക്കൊന്നും ഇനി കോടതി സഞ്ചരിക്കില്ല. ഇനി CBI ഒരു കേസ് ഇത് പോരാ, CBI ഉണ്ടെങ്കിൽ അത് പ്രതികൾക്ക് ആർക്ക് വേണമെങ്കിലും പോകാം, അപേക്ഷിക്കാം, ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്നത് കോടതി വിധി തന്നെയാണ്. അതിനകത്ത് പ്രതികൾക്കെല്ലാം ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടും തന്നെയാണ് ഞാൻ കരുതുന്നത്.